ഇത് നമ്മൾ ഈ പറയുന്ന മുഴുവൻ റൂമറാണ്, ഇതിനൊന്നും വ്യക്തമായ ഒരു ബാക്കിംഗ് ഉള്ളതല്ല. പക്ഷേ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. സി ഇപ്പോൾ ഇന്റലിജൻസിന്റെ ഒരു കളിയരങ്ങായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ, ഒരു കളിത്തൊട്ടിലായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതെ. അപ്പോൾ അതായത് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ എല്ലാം ഇന്റലിജൻസ് സംവിധാനം എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ചെക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക്, അഫ്ഗാനെ കൊണ്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. നമ്മൾ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്ത പാകിസ്ഥാനിലാണെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. കുറച്ചുകൂടെ നല്ല രസമുണ്ട്, നല്ലൊരു പോയിന്റാണ്. അല്ല, നടക്കുന്ന കാര്യമാണത്. ഇന്റലിജൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. മാത്രവുമല്ല, ഈ അഫ്ഗാനിസ്ഥാനെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്കും പാകിസ്ഥാനും എതിരെ ഒരിത് പോകുന്നതിൻ്റെ അകത്ത് അഫ്ഗാനിസ്ഥാനും താല്പര്യമുണ്ട്. കാരണം അവരുടെ സോവറിനിറ്റിയെ ചവിട്ടി മെതിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് ഈ അമേരിക്കയും പാകിസ്ഥാനും. അവരെ ഒരു തീർത്തും താഴേക്കിടയിലുള്ള രീതിക്ക് അവരോട് പെരുമാറിയ രണ്ട് രാജ്യങ്ങളാണ്. അവർക്കും ആ ഒരു കലിപ്പ്, അഫ്ഗാൻ പ്രതികാരം മറക്കരുത്, അതവിടെ കിടപ്പുണ്ട്. അതെ. അപ്പോൾ അതിലൊരു ഇനിയിപ്പം നേരിടാൻ പോകുന്ന പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് നമ്മളും കൂടെ ഇറങ്ങുകയാണ്. നമ്മൾ ഓൾറെഡി ഇറങ്ങിയല്ലോ. അതല്ല, കുറച്ചുകൂടെ പ്രത്യക്ഷമാവുകയാണ്. പ്രത്യക്ഷമായിട്ട് നേരത്തെ ഇത്രയൊന്നും നമ്മൾ പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇറങ്ങി കളിക്കുകയാണ്. അത് പലയിടത്തും. നമ്മളിപ്പോൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഉക്രൈൻ, റഷ്യ, അതിലും നമ്മുടെ ഇടപെടലുകളുണ്ട്. പശ്ചിമേഷ്യയിലും നമ്മുടെ ഇടപെടലുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് എന്ത് നടന്നാലും അവിടെയൊക്കെ ഇന്ത്യൻ ഇടപെടലുകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ലോകക്രമം മാറിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകക്രമം മാറിയതിൻ്റെ റിഫ്ലക്ഷനാണ് വായത്. അത് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്, പ്രത്യക്ഷമായിട്ട് കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രത്യക്ഷമായിട്ട് ഇതിനെ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ്. വേറൊരു കാര്യം കൂടെ വായത്ത് ഓർക്കണം. നമ്മുടെ ട്രംപ് ഗാസയിലെ വെടിനിർത്തലിന് മോദിജിയെ വിളിച്ചായിരുന്നു. നമ്മൾ പോയില്ല. മോദിജി പോയില്ല, ജയശങ്കറും പോയില്ല. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഫോറിൻ അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിനെ ആണ് വിട്ടത്. അവിടെ വേറൊന്നുമില്ല. ഈ ജയശങ്കറോ മോദിജിയോ പോയിരുന്നെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ അവിടെ നിർത്തിക്കൊണ്ട് അപമാനിക്കപ്പെട്ടേനെ, അല്ലെങ്കിൽ കൈ കൊടുക്കാൻ പറഞ്ഞേനെ. അത് മാത്രമല്ല, ഇയാൾ ചിലപ്പോൾ പറഞ്ഞേനെ, ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അവരെത്തിന്ന് വേണമെങ്കിൽ ഇയാൾ പറയുമല്ലോ. അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. ഇതൊരുമാതിരി ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് പോയി പുലിയെ പറ്റിക്കുന്ന സർദാർജിയുടെ കഥ കേട്ടിട്ടില്ലേ? അതിന്റെ അങ്ങാപ്പുറമാണ് ഇങ്ങേര്. അതിന്റെ അങ്ങാപ്പുറമാണ്. ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയി കഴിയുമ്പോൾ പുലിയെ പറ്റിച്ചു എന്ന് പറയുന്നത് സർദാർജിയെക്കാട്ടി കഷ്ടമാണ് ട്രംപ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. എന്ന് മാത്രമല്ല, ഇനി മോദിജി ട്രംപുമായിട്ട് നേർക്ക് നേരെ പോയി കാണുന്ന ഒരു സിനാരിയോ ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല എന്താണേലും.